നമസ്കാരം. സിനിമാ കഥകളേക്കാൾ വെല്ലുന്ന ഒരു സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ദിനപത്രങ്ങൾ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നോ നാളെയോ റിപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. അതീവ രഹസ്യമായി തന്നെയാണ് ഈ വിവരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരു മാധ്യമം എന്ന രീതിയിൽ വാർത്തകൾ ലഭിക്കുവാനുള്ള ഉറവിടങ്ങൾ ഏറെയാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകരുമായി പലതും വെളിപ്പെടുത്താനും സാധിക്കില്ല. എന്നാൽ ഒരു കാര്യം തീർത്തു പറയാം, ഈ വാർത്ത 100% സത്യസന്ധം തന്നെയാണ്. പറഞ്ഞു വരുന്നത് കൊല്ലത്തെ നടുക്കിയ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ ജൂൺ 19 കൊല്ലം ആശ്രാമം മൈതാനത്തിനടുത്ത് വെച്ച് ഒരു അപകടം നടക്കുകയുണ്ടായി. ആശ്രാമം മൈതാനത്തിൻ്റെ ഇടറോഡിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന പാപ്പച്ചൻ എന്ന് പറഞ്ഞ 80 വയസ്സുകാരനാണ് ഒരു കാർ ഇടിച്ച് കൊല്ലപ്പെട്ടത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ ഉണ്ടായ അന്വേഷണത്തിന് ഒടുവിൽ ഇതൊരു ആക്സിഡൻറ്റ് ഡെത്താണ്, അപകട മരണം മാത്രമാണ് എന്ന രീതിയിൽ തന്നെ ഇത് എഴുതി മാറ്റപ്പെട്ടു. പാപ്പച്ചൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. പാപ്പച്ചൻ വീട്ടുകാരുമായി അത്ര നല്ല രമ്യതയിലല്ല. മക്കൾ എല്ലാം മാറി താമസിക്കുന്നു. BSNL ഉയർന്ന ജോലിക്കാരനായിരുന്നു പാപ്പച്ചൻ. എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം വേറൊരു സ്ഥലത്ത് മാറി ജീവിക്കുകയായിരുന്നു പാപ്പച്ചൻ. മക്കളുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല, യാതൊരു തരത്തിലുള്ള സൗഹൃദങ്ങളും പുലർത്തിയിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ പാപ്പച്ചൻ്റെ മരണശേഷം മകൾ അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം നേടിയ പണമെല്ലാം എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയുണ്ടായി. BSNL വളരെ കാലം ജോലി ചെയ്ത് ഉയർന്ന തസ്തികയിൽ വിരമിച്ച അപ്പന് എന്തായാലും റിട്ടയർമെൻറ്റ് സമയത്ത് നല്ലൊരു തുക കിട്ടിയിട്ടുണ്ടാകാം. അത് എന്തായാലും ഒരു 80 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലായിരിക്കും എന്ന് മകൾ കണക്ക് കൂട്ടിയെടുത്തു. പിന്നീട് അപ്പൻ്റെ ഈ ഡെപ്പോസിറ്റ് എവിടെയാണ്, ഏത് ബാങ്കിലാണ് എന്നറിയുവാൻ വേണ്ടി തന്നെയായിരുന്നു പാപ്പച്ചൻ്റെ മകൾ അന്വേഷണം ആരംഭിച്ചത്. പാപ്പച്ചനുമായി ബന്ധമുള്ള പലരുമായി ഇക്കാര്യത്തിൽ മകൾ ഒരു അന്വേഷണം നടത്തി. എന്നാൽ അവരിൽ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കിട്ടിയില്ല. ഒടുവിൽ എങ്ങനെയോ അന്വേഷിച്ച് കണ്ടെത്തി കൊല്ലം ആശ്രാമം മൈതാനത്തിനടുത്തുള്ള മിനി മുത്തൂറ്റ് ഗോൾഡിലാണ് പാപ്പച്ചൻ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ലഭിച്ച തുക അത്രയും സമ്പാദ്യമായി ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടിരുന്നത് എന്ന് കണ്ടെത്തി. ഈ ബാങ്കിലെത്തി മകൾ അടുത്ത ദിവസം തന്നെ ബാങ്ക് മാനേജറെ കണ്ടു. തൻ്റെ അപ്പൻ്റെ ഡെപ്പോസിറ്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു, അപ്പൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഡെപ്പോസിറ്റിൽ 80 ലക്ഷം രൂപയുണ്ട്. പക്ഷേ ഈ ഡെപ്പോസിറ്റിൽ ആരെയും നോമിനിയായി വച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പണം നിങ്ങൾ അപ്പൻ്റെ മക്കളാണെങ്കിൽ പോലും കിട്ടുവാനുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും 40 ലക്ഷം രൂപ അദ്ദേഹം ലോണായി എടുത്തിട്ടുണ്ട് എന്നുകൂടി ബാങ്ക് മാനേജർ മകളെ അറിയിക്കുകയുണ്ടായി. അപ്പൻ തങ്ങളെ ആരെയും നോമിനിയായി വച്ചിട്ടില്ല എന്നുള്ളതിന് മകൾക്ക് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികത തോന്നിയില്ല. കാരണം മക്കളുമായി ഏതാണ്ട് അകൽച്ചയിൽ കഴിഞ്ഞിരുന്ന അപ്പൻ്റെ സമ്പാദ്യത്തിന് തൻ്റെ മക്കൾ ഒരു കാരണവശാലും അർഹരല്ല എന്ന മട്ടിൽ തന്നെ ഒരുപക്ഷെ നോമിനിയായി മക്കളുടെ ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടാവില്ല. അതിൽ അസ്വാഭാവികത മകൾക്ക് തോന്നിയില്ല. എന്നാൽ അപ്പൻ ഈ തുകയിൽ നിന്നും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട തുകയിൽ നിന്നും 40 ലക്ഷം ലോണായി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് മകൾക്ക് വലിയ സംശയത്തിനിടയാക്കി. അപ്പച്ചൻ്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് മകൾ ഇതിലൊരു അന്വേഷണം നടത്തി. അപ്പച്ചൻ ഇങ്ങനെ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെവിടെയാണ് ചെലവഴിച്ചിരിക്കുന്നത്, എവിടേക്കാണ് ഈ പണം പോയിരിക്കുന്നത്? നിലവിൽ പാപ്പച്ചൻ്റെ കൂട്ടുകാരുമായി മകൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുവെങ്കിലും അവരാർക്കും തന്നെ ഇത്തരം ഒരു ലോണിനെ കുറിച്ചോ അഥവാ പാപ്പച്ചൻ അത്തരം ഒരു പണം ധൂർത്തടിച്ച് ജീവിച്ചതായിട്ടോ അറിയില്ല. സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന ആളായിരുന്നു പാപ്പച്ചൻ. 80 വയസ്സുണ്ടെങ്കിലും സൈക്കിളിലായിരുന്നു യാത്ര. വില കൂടിയ ഡ്രസ്സോ അല്ലെങ്കിൽ ആഡംബര ജീവിതമോ നയിക്കാത്ത ആളായിരുന്നു. വളരെ സാധാരണമായ ജീവിതം നയിക്കുന്ന പാപ്പച്ചൻ 40 ലക്ഷം രൂപ എടുത്തു പിന്നെ ആർക്ക് കൊടുത്തു, എങ്ങോട്ട് കൊടുത്തു എന്നുള്ള ഒരു സംശയം മകൾക്കുണ്ടായി. സംശയം ബലപ്പെട്ടതോടുകൂടി മകൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാറിനെ ഒരു പരാതി കൊടുക്കുന്നു. വിവേക് കുമാർ ഇത് ആശ്രമം പോലീസിന് കൈമാറുന്നു. ആശ്രമം പോലീസ് മുത്തൂറ്റ് ബ്രാഞ്ചിൽ വന്ന് അന്വേഷിക്കുന്നു. മാനേജറെ കണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ തന്നെ പോലീസിൻ്റെതായ ചില നിഗമനങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അങ്ങനെ പോലീസ് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം ചെയ്യുകയും മാനേജറെ ചോദ്യം ചെയ്യുകയും ചെയ്തതിലൂടെ ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. പാപ്പച്ചനെ ഇടിച്ച്
തെറിപ്പിച്ച കാറ് അനി എന്ന് പറഞ്ഞ ഒരാൾ ഓടിച്ചിരുന്ന നീല വാഗണറാണ്. കൊല്ലം ആശ്രാമ മൈതാനിയുടെ പരിസരത്തുള്ള CCTV നിന്നും പോലീസിന് ഇത്തരം വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി. പിന്നീട് ഈ നീല വാഗണർ ഓടിച്ചിരുന്ന അനിയെ കണ്ടെത്തുന്നു പോലീസ്. അവിടെയാണ് സംഭവത്തിൻ്റെ ചുരുളഴിയുന്നത്. ഈ അനിയും മുത്തൂറ്റ് ബാങ്കിലെ മാനേജരായ അവരൊരു സ്ത്രീയാണ് സരിതയും തമ്മിൽ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രേഖ പോലീസ് കണ്ടെത്തുന്നു. എന്നാൽ അനിയും മുത്തൂറ്റ് ബാങ്ക് മാനേജരായ സരിതയും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് വ്യാജ സിം കാർഡിൽ തന്നെയാണ്, അവരുടെ സ്വന്തം നമ്പറിലല്ലായിരുന്നു. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ തെറ്റി വിളിച്ച 2 വിളികളിൽ നിന്നാണ് പോലീസ് ഇവരെ ട്രേസ് ചെയ്യുകയും വിശദമായ പരിശോധനയ്ക്കിടയിൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് മറ്റ് ഫോൺ നമ്പറുകളിൽ നിന്നുള്ള വിളികൾ കണ്ടെത്തിയത്. ഒരു കാര്യം പോലീസിനപ്പോൾ ഏതാണ്ട് ഉറപ്പായി, ഈ കാര്യത്തിൽ ബാങ്ക് മാനേജർക്കും അനിക്കും നല്ല പങ്കുണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു പരിശോധന പോലീസ് നടത്തുന്നു. പാപ്പച്ചൻ്റെ ലോൺ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഈ ലോൺ ഡീറ്റെയിൽസിൽ പാപ്പച്ചൻ 40 ലക്ഷം രൂപ ലോൺ എടുത്ത ആപ്ലിക്കേഷനിൽ പല സ്ഥലത്തും സൈൻ ചെയ്തിരിക്കുന്നത് പാപ്പച്ചനല്ല, പാപ്പച്ചൻ്റെ ശരിയായ ഒപ്പല്ല അത് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞു വരുന്നത്. അതായത് ഈ ബാങ്കിൽ കിടക്കുന്ന പാപ്പച്ചൻ്റെ പണം അത്രയും തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സരിതയാണ് അനി എന്ന് പറയുന്ന ഇയാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത്. അനി ആകട്ടെ കൊല്ലം ആശ്രാമം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അനി കാർ വാടകയ്ക്ക് എടുത്തത് ആസിഫ് എന്ന് പറയുന്ന ഒരു ആളിൽ നിന്നാണ്. അങ്ങനെ ആസിഫിനെ കണ്ടെത്തുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുത്തൂറ്റ് മിനി ബാങ്ക് ഗോൾഡിൽ തന്നെ മറ്റൊരു ജീവനക്കാരനായ അക്കൗണ്ടന്റായ അനൂപിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നു ഈ കാലയളവിൽ. അങ്ങനെ സരിതയും ആസിഫും അനിയും ചേർന്ന് നടത്തിയ ഈ കൊലപാതകത്തിൽ അനൂപിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 80 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു വൃദ്ധനെ കാറിടിപ്പിച്ചു കൊല്ലുവാൻ വേണ്ടി മിനി മുത്തൂറ്റ് ഗോൾഡിലെ മാനേജരായ സരിത അനി എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തു. അനി കൊട്ടേഷൻ നടപ്പിലാക്കി ആസിഫ് എന്ന് പറയുന്ന ആളുടെ പക്കൽ നിന്നും കാറ് വാടകയ്ക്ക് എടുത്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനൂപ് എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ പോയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന വാർത്ത ഇതാണ്. എന്നാൽ ഇതുവരെയും ഇത് മറ്റു മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇത് മാധ്യമങ്ങളിൽ വരും. കൃത്യമായ ഉറവിടത്തിൽ നിന്ന് തന്നെയാണ്, വിശ്വാസയോഗ്യമായ ഉറവിടത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത് എന്നുള്ളതിനാൽ ഞങ്ങൾ ഈ വാർത്ത ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈസ ഉള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ ആരും ഒരിടത്തും സുരക്ഷിതരല്ല. ഇനി പൈസ ഉള്ളവനാണെങ്കിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അകന്ന് കഴിയുന്ന കാശുകാരുടെ അവസ്ഥ ഇനി ഇതായിരിക്കാം വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പാപ്പച്ചൻ്റെ ഈ കൊലപാതകം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ആരും എവിടെയും കൊല്ലപ്പെടാം, ആരും സുരക്ഷിതരല്ല എന്ന കൃത്യമായ ഒരു പാഠം തന്നെയാണ് ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. മാത്രമല്ല, നമ്മൾ സ്വകാര്യ ബാങ്കുകളിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന പണം, ഈ പണത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്ന ആളുകൾ നമ്മളെ കൊല ചെയ്തേക്കാം എന്നുള്ള ഒരു പാഠം കൂടി ഇതിൽ നിന്നും ലഭ്യമാകുന്നു. കാരണം സരിതയുടെ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല. മുത്തൂറ്റ് മിനി ഗോൾഡിലെ ഈ മാനേജർക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ല, അങ്ങനെയുള്ള സഹവാസങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ മനുഷ്യനും ധനത്തിനോടുള്ള, പണത്തിനോടുള്ള ഏത് വിധേനയും പണം സമ്പാദിക്കണം എന്നുള്ള ആർത്തി കൈവരുമ്പോൾ അയാൾ എങ്ങനെയാണ് ഒരു മൃഗമായി മാറുന്നത്, കൊലപാതകത്തിലേക്ക് അയാളെ നയിക്കുന്നത് എന്നുള്ള വലിയൊരു പാഠം, വലിയൊരു സന്ദേശം തന്നെയാണ് ഈ കൊലപാതകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാത്തിരിക്കാം.